പ്രിയരെ, ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങളും സത്യം എന്ന മുദ്രണം ഉള്ളതായിരിക്കുമ്പോഴും അതിൽ തെറ്റുകൾ അടങ്ങിയിരിക്കാം. സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ സത്യം കണ്ടെത്തിയെന്ന് എങ്ങനെ ഉറപ്പിക്കുക? എല്ലാവരും സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ദുഷ്ടന്മാർ മാത്രമേ തെറ്റിൽ സന്തോഷിക്കൂ എന്ന് ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും സത്യം വേണം. സത്യത്തിൻ്റെ സാരാംശം എന്തെന്ന് യോഹന്നാൻ 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് പരിശോധിക്കാം. വചനഭാഗം വായിക്കട്ടെ. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ ആവസിക്കുന്നതേയുള്ളൂ. പ്രിയരെ, ആദ്യ പരിശോധന വരുന്നത് ഉറവിടത്തെ സംബന്ധിച്ചാണ്. വിവരങ്ങൾ വരാൻ 2 സാധ്യതകൾ ഉണ്ടെന്ന് യോഹന്നാൻ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഭൂമിയിൽ നിന്ന്. അത് മാനുഷികമാണ്, അതായത് അത് മനുഷ്യനെ എല്ലാറ്റിൻ്റെയും അളവുകോലാക്കുന്നു. മറ്റൊരു സാധ്യത, വിവരങ്ങൾ സ്വർഗത്തിൽ നിന്നും വരാം. അത് ദൈവികമായിരിക്കും, അത് സത്യമായിരിക്കും എന്നുള്ളത് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടെ പറയാനാകും. അതിൽ കലർപ്പ് ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ഭൂമിയിലെ സൃഷ്ടികളാണ്. ദൈവം സംസാരിച്ചപ്പോൾ അവൻ നമ്മെ ലക്ഷ്യമിട്ടായിരുന്നു സംസാരിച്ചത്. ഈ 2 ഉറവിടങ്ങളും ഒരുപോലെ ആണെങ്കിലും അവ ഒന്നല്ല. അതിനാൽ സത്യമായി നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ ഉറവിടം നാം വളരെ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. അത് സ്വർഗത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം യഥാർത്ഥ സത്യമുണ്ട്. ഇനി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് സത്യത്തിൻ്റെ ഉറവിടത്തോട് പ്രതികരിക്കാനുള്ള 2 മാർഗങ്ങൾ ഉണ്ടെന്നാണ്. ആദ്യം കണ്ടതും കേട്ടതും പറഞ്ഞു തരിക. ഒരു വ്യക്തി ദൈവിക സത്യം കണ്ടതും കേട്ടതും വിശ്വസിച്ച് അതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവൻ സത്യത്തിൻ്റെ സാക്ഷിയായിരിക്കും. അവ പഠനത്തിൻ്റെ 2 സാധുവായ വഴികളാണ്. ദിവ്യസത്യം കാണുകയും കേൾക്കുകയും ചെയ്ത ഒരാൾ ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ സാക്ഷ്യം സ്വീകരിക്കുന്നവർക്ക് ദൈവം സത്യവാനാണെന്ന് ഉറപ്പാണ്. പിന്നെ യോഹന്നാൻ സ്നാപകൻ പരാമർശിക്കുന്ന മറ്റൊരു പ്രതികരണമുണ്ട്. അവിടെ ആരും അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല, അഥവാ അവർ തെളിവുകളിൽ നിന്ന് പിന്തിരിയുന്നു. സത്യത്തോടുള്ള പ്രതികരണം ഹൃദയത്തിൽ അടച്ചിരിക്കുന്നു. അത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുമായി വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സത്യം സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരസിക്കാം. എല്ലാ വിവരങ്ങളും അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പരിശോധിക്കണം. അത് ഭൂമിയിൽ നിന്നാണെങ്കിൽ സൂക്ഷിക്കുക, തിരിച്ചറിയുക, അതിന് അനുസരിച്ച് പ്രതികരിക്കുക. ഒന്നുകൂടി ആവർത്തിക്കാം. സത്യത്തോട് പ്രതികരിപ്പാൻ 2 മാർഗങ്ങളുണ്ട്. കണ്ടതും കേട്ടതും സാക്ഷീകരിക്കുക. ദൈവിക സത്യം ഏറ്റെടുക്കുന്നവർക്ക് ദൈവം സത്യവാനാണെന്ന് ഉറപ്പുണ്ടാകും. സാക്ഷ്യം നിരസിക്കുക. തെളിവുകൾ അവഗണിക്കുന്നവർ സത്യത്തിൽ നിന്ന് പിന്മാറുന്നു. 2ാമത്തെ പരിശോധന ആത്മാവിൻ്റെ സാക്ഷ്യമാണ്. ഇവിടെയും 2 ആശയങ്ങളുണ്ട്. ഒന്ന് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം സത്യവാനാണ്. അവനിൽ അസത്യത്തിനോ തെറ്റിനോ ഇടമില്ല. ആത്മാവ് ഈ സത്യത്തെ നമ്മിലേക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഉള്ള അറിവ് ലഭിക്കുന്നു. മറ്റൊരു മേഖല ദൈവവചനമാണ്. ദൈവവചനങ്ങൾ, ദൈവമായതിനാൽ അവൻ്റെ വചനങ്ങളും സത്യമാണ്. ബൈബിളിൽ അവൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ 2 ആശയങ്ങളും വളരെ പ്രധാനമാണ്. ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ വചനങ്ങളും. പിന്നെ 2 സ്ഥിരീകരണങ്ങളുണ്ട്. ഒന്നാമതായി ദൈവത്തിൻ്റെ മുദ്ര. സത്യത്തിൻ്റെ യഥാർത്ഥ മാനദണ്ഡം ദൈവം തന്നെയാണ്. അത് ദൈവത്തിന് അത്തരമൊരു മാനദണ്ഡമുണ്ട്, ദൈവത്തിൻ്റെ മുദ്ര. 2ാമത്തെ ഉറപ്പ് ആത്മാവിൻ്റെ അതിരുകളില്ലാത്ത അളവിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഓരോ ആശയവും ആത്മാവിനാൽ പരീക്ഷിക്കപ്പെടണം, സത്യത്തിൻ്റെ സമഗ്രതയെ ഗ്രഹിക്കുവാൻ. 3ാമത്തെ പരിശോധന പുത്രൻ എന്നുള്ളതാണ്. ഈ തിരുവെഴുത്ത് 2 വ്യത്യസ്ത വഴികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വഴി, ഒപ്പം അവിശ്വാസത്തിൻ്റെ വഴി.
പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ സ്നേഹിത, അത് വളരെ അടിസ്ഥാനപരമാണ്. നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്ന വിധത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്ന് യോഹന്നാൻ സ്നാപകൻ നമ്മോട് പറയുന്നു. ഇതാണ് ഒന്നാമത്തെ വഴി. മറ്റൊരു വഴി അവിശ്വാസത്തിൻ്റെ വഴിയാണ്. ഒരാൾ പുത്രനെ വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. രണ്ടും സാധ്യമാണ്. കൂടാതെ രണ്ട് ഫലങ്ങളുണ്ട്. വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫലം നിത്യജീവനാണ്. അവിശ്വാസത്തിൻ്റെ ഫലം ദൈവകോപമാണ്. പുത്രനെ നിഷേധിക്കുന്നവർ നിത്യജീവനെ കാണുകയില്ല. പകരം ദൈവക്രോധം അവന് മേൽ വസിക്കും. അതിനാൽ വിശ്വാസം പുത്രനിലൂടെ പരീക്ഷിക്കണമെന്ന് വചനത്തിൽ പറയുന്നുവെന്നും സത്യത്തെ ഉറപ്പാക്കാൻ 3 പരിശോധനകൾ ആവശ്യമാണെന്നും തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഉറവിടം നാം പരിശോധിക്കണം. ദൈവത്തിൻ്റെ വചനങ്ങളുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നാം ആത്മാവിനാൽ അത് പരീക്ഷിക്കണം. വിശ്വാസവും നിത്യജീവനും ആകുന്നതിന് പുത്രനാൽ അത് പരീക്ഷിക്കണം. അവനത് എത്ര മനോഹരമായി പറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. യോഹന്നാൻ സ്നാപകൻ ഈ സത്യത്തെ വ്യക്തമാക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ, വിശ്വസിക്കാത്തവർക്ക് ദൈവക്രോധം. നിങ്ങൾ എവിടെയാണ്? നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവെ, നന്ദിയോടെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി സ്തോത്രം. ഈ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ തീരുമാനമെടുത്ത് അങ്ങയെ പിൻപറ്റുവാൻ കേൾവിക്കാരായ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ഭരമേൽപ്പിക്കുകയാണ്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.